എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് ഒരു പുതിയൊരു വിഷയമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം എന്നെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പൊതുവായി പറയുന്ന ഒരു വാക്യമാണ്, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല, ഐ ഹാവ് നോ മാൻ. ഈ ഭാഗം അല്ലെങ്കിൽ ഈ വാക്യം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ഉള്ളപ്പോൾ തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും നല്ല ഒരു കുടുംബമുള്ളപ്പോൾ തന്നെയാണ് പലപ്പോഴും മനുഷ്യർ ഇങ്ങനെ തന്നെ പറയാറുള്ളത്. ഭാര്യയായാലും ഭർത്താവായാലും പറയുന്ന കാര്യം തന്നെയാണ്, കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യമാണ്, എന്നെ സഹായിക്കുവാൻ എനിക്ക് ആരുമില്ല, ഐ ഹാവ് നോ മാൻ. ഇത് പതിവായി ഇങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു റിയാലിറ്റിയാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. മനുഷ്യ ജീവിതം ഒരു റിയാലിറ്റിയാണ്. സാങ്കല്പികങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെയും ജീവിതത്തിനപ്പുറമായിട്ട് ഇതൊരു റിയാലിറ്റിയാണ്. പച്ച മനുഷ്യൻ്റെതായ ജീവിതമാണ്, അവൻ്റെ ചരിത്രമാണ്, ജീവിതമാണ്. അത് യഥാർത്ഥത്തിൽ സത്യസന്ധം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ജീവിതം ഇങ്ങനെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ, ജീവിതത്തിൻ്റെ രോഗപീഠകൾ, പലതരത്തിലുള്ള വ്യാധികൾ, പ്രയാസങ്ങൾ നിഴലിടുമ്പോഴാണ് മനുഷ്യർ പറയുന്നത്, ഒറ്റപ്പെടുത്തലിൻ്റെയും സങ്കടത്തിൻ്റെയും രോധനങ്ങളുടെയും നെടുവീർപ്പിൻ്റെയും ഏകാന്തതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യർ സ്വാഭാവികമായി പറയുന്ന ഒരു വാക്കാണ്, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു വ്യക്തി കഥാപാത്രത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം യെരുശലേമിൽ ആട്ടുവാതുക്കലിൽ ബെത്സേദ എന്ന് എബ്രായ പേരുള്ള അർത്ഥം വരുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിന് 5 മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിൽ വിവിധ വ്യാധികൾ, ക്ഷയരോഗികൾ, കുരുടർ, മുടന്തർ, അങ്ങനെ പലതരത്തിലുള്ളതായ വ്യാധികൾ പിടിച്ചവർ അവിടെ ഉണ്ട്. അവരുടെ എല്ലാം ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ദൂതൻ വന്ന് കുളം കലക്കും. ഈ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്ന വ്യക്തി സൗഖ്യം പ്രാപിക്കുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ 38 വർഷക്കാലമായിട്ട് ആ മണ്ഡപത്തിൽ കിടന്ന ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തെ സഹായിക്കുവാൻ, ആ വ്യക്തിത്വത്തെ സഹായിക്കുവാൻ ആരുമില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അവിടെ ധാരാളം പേരുണ്ട് എങ്കിൽ തന്നെയും, ഒരു അത്ഭുതത്തിൻ്റെ കുളമാകുന്നത് കൊണ്ട് അവിടെ ധാരാളം പേരുണ്ട്. എന്നാൽ തന്നെ ഈ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ തന്നെ പിടിച്ചുകൊണ്ടുപോയി ആ കുളത്തിലാക്കുവാൻ ആരുമില്ല. ആ സമയത്താണ് യേശു ക്രിസ്തു ഇത് കണ്ടിട്ട്, ധാരാളം വർഷമായി നീ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ക്രിസ്തുവേശു ആ വ്യക്തിത്തോട് ചോദിച്ചു. അപ്പോൾ ആ വ്യക്തി പ്രഭാവം, അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എന്നെ ഈ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ എനിക്ക് ആദ്യം ഇറങ്ങുവാൻ, എന്നെ സഹായിക്കുവാൻ എനിക്ക് ആരുമില്ല, ഐ ഹാവ് നോ മാൻ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഈ ഒരു വാക്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ആരുമില്ല എന്നുള്ള പദം. എന്നാൽ യേശുക്രിസ്തു ആ യജമാനനെ എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ് ചോദിച്ചത്. തൽക്ഷണം തന്നെ കർത്താവ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഉടനെ പറഞ്ഞത്, നീ നിൻ്റെ കിടക്കയെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ആ മനുഷ്യൻ തൻ്റെ കിടക്കയെടുത്ത് നടന്നു, സൗഖ്യം പ്രാപിച്ചവനായി തീർന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു യജമാനനെ എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ, നീ കിടക്കയെടുത്ത് നടക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ തന്നെ തൽക്ഷണം അവിടെ സൗഖ്യം പ്രാപിക്കുകയാണ് ചെയ്തത്. 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. 1, കർത്താവ് പറഞ്ഞത് അനുസരിച്ചു. 2, അവന് സൗഖ്യം ലഭിച്ചു. ഒരു ആന്തരികമായിട്ടുള്ള, ആത്മീകമായിരിക്കുന്ന ഒരു സൗഖ്യവും ഭൗതികമായിരിക്കുന്ന ശാരീരികമായ ഒരു വിടുതലുമാണ്. കർത്താവ് പറയുന്നത് അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അതുമാത്രമല്ല, ആരുമില്ല എന്നുള്ള പരിഭവം നമ്മളിലേക്ക് കടന്നു വരികയില്ല. അതൊരു പ്രത്യാശയുടെ അനുഭവമാണ്. പലപ്പോഴും മാനുഷികമായി മനുഷ്യർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ, എനിക്കാരുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോടുകൂടെയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമ്മോട് കൂടെ ഉള്ള കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഒരു നാളും നിന്നെ കൈവിടുകയില്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കണം. അതൊരു പ്രത്യാശയാണ്. കർത്താവിൽ നമുക്ക് ശരണം പ്രാപിക്കാൻ ദൈവം നമുക്ക് വഴിയൊരുക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എനിക്കാരുമില്ല എന്നുള്ള തോന്നലുകൾ നമുക്ക് വേണ്ട. എല്ലാവരുമുണ്ട്. അതിലുപരി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്.
ഈ ജീവിതമാകുന്ന പടകിൽ നമ്മുടെ കർത്താവുള്ളപ്പോൾ, അമരക്കാരനായി നമ്മുടെ കർത്താവായിരിക്കുന്ന കർത്താവ് നമ്മോടുകൂടെ ഉള്ളപ്പോൾ, വലിയ അത്ഭുതങ്ങളിൽ അത്ഭുതമാനായിരിക്കുന്ന കർത്താവ് നമ്മോടുകൂടെ ഉള്ളപ്പോൾ എന്തിനീ ഭാരം, എന്തിനീ നിരാശ? എന്നോടുകൂടെ കർത്താവുണ്ട്. ഐ ഹാവ് നോ മാൻ എന്നുള്ളതല്ല, കർത്താവ് എന്നോടുകൂടെയുണ്ട്, നിന്നോടുകൂടെയുണ്ട്, നമ്മളോടുകൂടെയുണ്ട്. പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര സഹോദരി, വിഷമിക്കേണ്ട, കർത്താവ് നിന്നോടുകൂടെയുണ്ട്. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.